ഹാർവസ്റ്റ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിരിക്കുന്നത് ടി.ഒ. ഏലിയാസ്, അനുഗ്രഹീതനായ ഒരു സാഹിത്യകാരൻ, സമഗ്രമായി ചരിത്രരചന നടത്തുന്ന അനുഗ്രഹീതനായ ചരിത്രകാരൻ, അതോടൊപ്പം സാമൂഹ്യ പ്രവർത്തകൻ, സുവിശേഷ പ്രഭാഷകൻ, സഭാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, ഇങ്ങനെ നിരവധി സവിശേഷതകളുള്ള ടി.ഒ. ഏലിയാസ് സാർ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിരിക്കുന്നു. അദ്ദേഹത്തിന് ചരിത്രത്തെക്കുറിച്ചും സാമൂഹ്യ സേവനത്തെക്കുറിച്ചും ധാരാളം നമ്മളോട് പറയുവാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, നിരീക്ഷണങ്ങൾ, പഠനങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ അടുത്ത കാലത്ത് NBS പ്രസിദ്ധീകരിച്ച സിറിയൻ മാനുവൽ എന്ന സമഗ്ര കേരള ചരിത്രം വളരെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്ന ഒരു കേരള ചരിത്രമാണ്. സിറിയൻ മാനുവൽ എന്ന പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. സ്വാഗതം ചെയ്യാം ടി.ഒ. ഏലിയാസ് സാറിനെ. സാർ സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറിയൻ മാനുവൽ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. എന്താണ് ആ സിറിയൻ മാനുവൽ എന്ന പേരുകൊണ്ട് സാർ അർത്ഥമാക്കുന്നത്? കേരളത്തിൻ്റെ ചരിത്ര പഠിതാക്കൾക്കും ചരിത്രകാരന്മാർക്കും കേരള ചരിത്രത്തിൻ്റെ നേർധാരയിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരേക്കും അതിൻ്റെ നേർധാരയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് സുറിയാനിക്കാർ. സുറിയാനിക്കാരുടെ ചരിത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കേരള ചരിത്ര രചനയും പഠനവും അസാധ്യമാണ്. അതുകൊണ്ട് സുറിയാനിക്കാരിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് കാണുന്ന ഒരു കേരളത്തെ ചരിത്രത്തിനെയാണ് സിറിയൻ മാനുവലിൽ കൂടി വരച്ചു കാട്ടുന്നത്. തന്നെയുമല്ല, ചരിത്ര സാമഗ്രികൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രാന്വേഷണം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും സിറിയൻ മാനുവൽ എന്നുള്ള പേര് ഏറ്റവും ഉചിതമായിട്ട് എനിക്ക് തോന്നി. ഈ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ അസ്തിത്വം തന്നെ പലപ്പോഴും പല ചരിത്രകാരന്മാരും ചോദ്യം ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്ന ആ രംഗത്തൊക്കെ സാർ ഈ പുസ്തകത്തിനകത്ത് വളരെ ശ്രദ്ധാപൂർവമുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഈ പുസ്തകത്തിലേക്ക് തന്നെ വരുമ്പോൾ ഇവിടെ സാറിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ ആരംഭിക്കുന്നത് തന്നെ യെരുശലേമിനെക്കുറിച്ചും എഡേസയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ്. അപ്പം കേരള ചരിത്രം പറയുന്നതിനകത്ത് യെരുശലേമിനും എഡേസയ്ക്കുമുള്ള സ്ഥാനം എന്താണെന്ന് പെട്ടെന്നൊരു സംശയം തോന്നാം. സംഘകാലം മുതൽ തന്നെ കേരള ചരിത്രത്തിൻ്റെ പഠിതാക്കൾ അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷക്കാരും വിവിധ സംസ്കാരമുള്ളവരുമായ ആളുകൾ വന്ന് താമസിച്ച് അവരാൽ രചിക്കപ്പെട്ട ഒരു ഗാഥയാണ് കേരളത്തിൻ്റെ ചരിത്രം. അപ്പോൾ കേരള ചരിത്രത്തിൻ്റെ പഠിതാക്കൾക്ക് കേരളത്തിൽ വന്നിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള കച്ചവടക്കാരായിട്ടും മിഷണറിമാരായിട്ടും ഒക്കെ എത്തിയിട്ടുള്ള ആളുകളെക്കുറിച്ച് അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ചരിത്രാന്വേഷണം സാധിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് കേരളത്തിലേക്ക് വിദേശത്തു നിന്നുള്ള മൈഗ്രേഷനുകൾ ഉണ്ടായിട്ടുള്ളത്, ആ മൈഗ്രേഷൻ ഉണ്ടായ രാഷ്ട്രീയ സാംസ്കാരികമായ കാരണങ്ങൾ എന്താണ്, അവൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് അബ്രപ്റ്റായിട്ട് നമുക്ക് ചാടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലേക്ക് നടന്നിട്ടുള്ള 2 പ്രധാന മൈഗ്രേഷനുകളും അവയുടെ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിൻ്റെ ചരിത്രം ആരംഭിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ സാറ് പറഞ്ഞു വരുമ്പോൾ AD 70 യെരുശലേമിൻ്റെ തകർച്ച, അവിടെ നിന്നാണ് ഒരു മൈഗ്രേഷൻ്റെ ആരംഭം എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഈ കേരള ക്രൈസ്തവരുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് AD 52 തോമാസ് ലീഗ കേരളത്തിലെത്തി ഇവിടെ പുരാതനമായ 7 കുടുംബങ്ങളെ ക്രൈസ്തവരാക്കി. ഇതാണ് നമ്മൾ വിശ്വസിച്ച് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാരമ്പര്യം എന്ന് പറയുന്ന ക്രൈസ്തവരുടെ പാരമ്പര്യ ചരിത്രം. നമ്മുടെ ഇവിടുത്തെ പുരാതന കുടുംബങ്ങളുടെ എല്ലാം ചരിത്രം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിനോട് സാറിൻ്റെ ഒരു മനോഭാവം എന്താണ്? ഈ തോമാസ് ലീഹായുടെ വരവ് AD 52 സംഭവിച്ചു. സാറ് പറഞ്ഞ കുടിയേറ്റം AD 70 നടക്കുന്നെങ്കിൽ അതുമായിട്ട് ചില വർഷങ്ങളുടെ വ്യത്യാസമുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് AD 52 തോമാസ് ലീഹായുടെ കേരളത്തിലേക്കുള്ള ഇന്ത്യയിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആരംഭം നടന്നു. എന്നാൽ AD 70 ജെറുസലേം ദേവാലയം തകർന്നുകൊണ്ട് യഹൂദ കുടിയേറ്റത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനു മുൻപ് തന്നെ തോമസ് ലീഹ ഇന്ത്യയിൽ വരികയും നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം ചെല്ലുകയും കേരളത്തിൽ വരികയും കേരളത്തിൽ നിന്ന്
ഇന്നത്തെ തമിഴ്നാട്ടിൽ മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെടുകയുണ്ടായി. അതിനെ സംബന്ധിച്ചുള്ള പാരമ്പര്യങ്ങളും വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം, അതായത് ആ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ സോളമൻ്റെ കാലഘട്ടത്തിൽ തന്നെ യഹൂദന്മാർക്ക് കേരളവുമായിട്ടൊരു നല്ല വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും ആ ഒരു റൂട്ട് ക്ലിയർ ആയിരുന്നത് കൊണ്ടായിരിക്കാം തോമസ് ലീഹ ഇവിടെ വന്നതെന്നാണ് പൊതുവിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയാനാവില്ല. സോളമൻ്റെ കാലത്തുണ്ടായിരുന്നത്, തോമസ് ലീഹ ഇവിടെ വന്നു എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളിൽ കൂടി അതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. എന്താണെങ്കിലും 1-ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിലേക്ക് നടന്നിട്ടുള്ള സമുദ്ര സഞ്ചാരങ്ങളൊക്കെ ഹിപ്പോളസ് എന്ന് പറയുന്ന കാറ്റിന് അനുസൃതമായി കാലവർഷക്കാറ്റിൽ 22 ദിവസം കൊണ്ട് ചെങ്കടലിൽ നിന്ന് യാത്ര ചെയ്താൽ 22 ദിവസം കൊണ്ട് കേരളത്തിൽ ഹിപ്പോളസ് കാറ്റിനെ ആശ്രയിച്ചിട്ടാണ് തോമസ് ലീഹയുടെ കാലഘട്ടം മുതൽ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. സോളമൻ്റെ കാലത്തുണ്ടായിരുന്നത് 3 വർഷമാണ് അവിടെ നിന്നൊരു കപ്പൽ ഇവിടെ വന്നിട്ട് തിരികെ പോകുന്നത്. അത് കരപറ്റി പോകുന്ന മറ്റൊരു സഞ്ചാര പാതയായിരുന്നു. എന്താണെങ്കിലും സോളമൻ്റെ കാലം മുതൽ തന്നെ, വളരെ പൗരാണിക കാലം മുതൽ തന്നെ ഒരു ബന്ധം കേരളവുമായി യൂറോപ്പിന് തന്നെ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് വരുന്ന ഈ പറയുന്ന AD 52 തോമസ് ലീഹായുടെ വരവിനെ പലപ്പോഴും ചരിത്രകാരന്മാർ വളരെ നെഗറ്റീവായിട്ടാണ് അതിനോട് ഒരു പ്രതികരിച്ച് കാണുന്നത്. കാരണം ഇവിടെ നമ്പൂതിരി കുടുംബങ്ങളെ ക്രിസ്ത്യാനികളാക്കി എന്നുള്ള ആ ആശയത്തെ തന്നെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഖണ്ഡിക്കുന്നുണ്ട്. കാരണം നമ്പൂതിരിമാരുടെ കേരളത്തിലേക്കുള്ള വരവ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇവിടെ നമ്പൂതിരിമാരില്ലായിരുന്നു എന്നുള്ള വളരെ ശക്തമായ ഒരു വാദമുണ്ട്. അപ്പം അതിനെ എങ്ങനെ കാണുന്നു സാറ്? തോമസ് ലീഹായുടെ വരവിനെ നമുക്ക് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. 2-3 കാര്യങ്ങൾ. ലിഖിതമായിട്ടുള്ള തെളിവുകളുടെ അഭാവം ആണ് അദ്ദേഹത്തിൻ്റെ വരവിനെതിരായി പല കോണുകളിൽ നിന്നും ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ തോമസ് ലീഹായുടെ കേരളത്തിലെ വരവുമായി ബന്ധപ്പെട്ട് പാരമ്പര്യങ്ങൾ, ഹൈന്ദവ പാരമ്പര്യമുണ്ട്. ഹൈന്ദവ പാരമ്പര്യത്തിൽ തോമസ് ലീഹായുടെ വരവുമായി ബന്ധപ്പെട്ട് വീരടിയാൻ പാട്ടുണ്ട്, പാണൻ പാട്ടുകളുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് പരിവർത്തനം ചെയ്ത കുടുംബങ്ങളും സ്ഥലങ്ങളും അതിൻ്റെ പിന്തുടർച്ചകളും ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവ പാരമ്പര്യം മാത്രമല്ല, ഹൈന്ദവ പാരമ്പര്യമുണ്ട്. അതിലുപരിയായി ഇപ്പോൾ തമിഴ്നാട്ടിൽ അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നതുമായി ബന്ധപ്പെട്ട തമിഴ് പാരമ്പര്യമുണ്ട്, മെസൊപ്പൊട്ടാമിയൻ പാരമ്പര്യമുണ്ട്, പിന്നെ എഡേസയിലെ പാരമ്പര്യമുണ്ട്. എഡേസയിലെ പാരമ്പര്യത്തിലെ ആക്ട്സ് ഓഫ് തോമായുടെ നടപടികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട്, ആ കാലഘട്ടത്തിൽ ഇറങ്ങിയത്. അത് ബർദൈസാൻ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ രചയിതാവ്. അതൊരു നോസ്റ്റിക് വിഭാഗത്തിൽപ്പെട്ട പുസ്തകമാണെങ്കിൽ പോലും അതിനകത്ത് ചരിത്രത്തിൻ്റെ അംശങ്ങൾ അതിൽ കിടന്നിട്ടുണ്ട്. അതിൽ മാത്രമല്ല, ജൂത പാരമ്പര്യത്തിൽ തോമസ് ലീഹായുടെ വരവിനെ കുറിച്ച് അവരുണ്ട്. അപ്പോൾ വിവിധ ഭാഷകളിലും വിവിധ രാജ്യങ്ങളിലും വിവിധ മതങ്ങളിലും മാർത്തോമായുടെ പാരമ്പര്യമുണ്ട്. അതിലെല്ലാം ഉപരി പോർച്ചുഗീസുകാർ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തോമസ് ലീഹ ഇവിടെ വന്നിരുന്നോ എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. അതിനൊരു കമ്മീഷനെ അവർ നിയമിച്ചു. ആ കമ്മീഷൻ പഠനങ്ങൾ നടത്തി. ഒരു ആബൂനായുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനിൻ്റെ റിപ്പോർട്ട്, അത് മുണ്ടാടൻ്റെയൊക്കെ പുസ്തകത്തിൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമസ് ലീഹ വന്നില്ല എന്ന് സമർത്ഥിക്കുവാനായിട്ടൊന്നും അവൈലബിൾ അല്ല. പക്ഷേ ഒരു കാര്യം, കൂനംകുരിശ് സത്യത്തോടുകൂടി തുടർന്നുണ്ടായ മത കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിരുന്ന ഒരുപാട് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, രേഖകൾ നഷ്ടപ്പെട്ടു. ആ രേഖകൾ നഷ്ടപ്പെട്ടപ്പോൾ ലിഖിത പാരമ്പര്യങ്ങളിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തോമസ് ലീഹയുടെ വരവിനെ എതിർക്കുന്ന പോർച്ചുഗീസുകാർ പോലും തോമസ് ലീഹയുടെ കബറിലേക്ക് ഇവിടുന്ന് തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ തള്ളിക്കളയാനാവില്ല. ഓക്കെ, ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ നമ്പൂതിരി കുടുംബങ്ങളുടെ കൺവേർഷൻ, അതാണ് ഇവിടുത്തെ ക്രൈസ്തവരുടെ പാരമ്പര്യമായി നമ്മൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അത് എങ്ങനെ സാധ്യമാകും? കാരണം നമ്പൂതിരിമാരില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്പൂതിരിമാർ കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് യുക്തിക്ക് ചേരുന്നല്ലോ. അവിടെയാണല്ലോ ഈ ചരിത്രകാരന്മാർ ഈ തോമസ് ലീഹായുടെ വരവിനെ നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ തോമസ് ലീഹ നമ്പൂതിരിമാരെ കൺവേർട്ട് ചെയ്തു എന്നൊരു വാദം നിലനിൽക്കുന്നതല്ല. അങ്ങനെ ഒരു വാദമില്ല. കാരണം നമ്പൂതിരിമാർ കേരളത്തിലേക്ക് കുടിയേറുന്നത് 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. തോമസ് ലീഹ വന്ന 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടായിരുന്ന ബ്രാഹ്മണരുണ്ടായിരുന്നു.
ബ്രാഹ്മണരെയും നമ്പൂതിരിയെയും ഒന്നായിട്ട് നമുക്ക് കാണാനാവില്ല. അപ്പോൾ തോമസ് ലീഹ കൺവേർട്ട് ചെയ്ത കുടുംബങ്ങളൊക്കെ ബ്രാഹ്മണ കുടുംബങ്ങളാണ്. അപ്പോൾ ഈ കല്ലികാലിയ അങ്കൽപ്പകലോ മറ്റും എന്നൊക്കെ പറയുന്ന കുടുംബങ്ങൾ ബ്രാഹ്മണ കുടുംബങ്ങളാണ്. അത് പിൽക്കാലത്ത് ഇവിടെ നമ്പൂതിരിമാരുടെ വരവോടുകൂടി കേരളത്തിൽ ചാതുർവർണ്ണയം ശക്തമാവുകയും വളരെ മതപരമായ ചാതുർവർണ്ണയം മൂലം ഒരു വിഭാഗം അടിച്ചമർത്തപ്പെടുകയും വലിയ ഗൂഢാലോചനകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഈ കേരളത്തിലെ ക്രൈസ്തവ ചരിത്രം എന്നുള്ളതല്ല, കേരള ചരിത്രത്തിൽ പലപ്പോഴും തമസ്കരിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നതോ ആയിട്ടുള്ള ഒരു ചരിത്രമാണ് ക്രൈസ്തവൻ്റെ ചരിത്രം. അല്ലെങ്കിൽ ക്രൈസ്തവൻ ഈ സമൂഹത്തിൽ എന്ത് സംഭാവന കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ പിൽക്കാലത്തുണ്ടായ മിഷണറിമാരുടെ വരവിന് ശേഷമുണ്ടായ ഒരു ചരിത്രമാണ് നമുക്ക് എടുത്തു കാണിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ മിഷണറിമാരുടെ ചരിത്രത്തെ പോലും നമ്മളിപ്പോൾ തമസ്കരിച്ചുകൊണ്ടിരിക്കുക. മിഷണറിമാർ ഈ നാടിന് കൊടുത്ത സംഭാവനയെക്കുറിച്ച് പോലും വളരെ നെഗറ്റീവായ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സിറിയൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിന് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിന് എന്ത് സംഭാവന കൊടുക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കി സാറിന് എങ്ങനെ അതിനെ ഒന്ന് വിശദീകരിക്കാൻ സാധിക്കും? കേരള ചരിത്രത്തിൻ്റെ ചരിത്ര പഠന അന്വേഷണത്തിൽ നമ്മളെ ഞെട്ടിപ്പിച്ച് കളയുന്ന സംഭാവനകളാണ് ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗം കേരളത്തിന് നൽകിയിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ട് മുതൽ ഉള്ള പരിശോധനയിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും നൽകുന്ന പാരമ്പര്യത്തിൻ്റെ സംഭാവനയുടെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ രണ്ട് കൂട്ടർക്കും ചേര ചക്രവർത്തിമാർ നൽകിയിരുന്ന ചെപ്പേടുകൾ. കാരണം കേരളത്തിൻ്റെ വ്യാപാരം മെസൊപ്പൊട്ടാമിയയുമായി ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധം നിലനിന്നിരുന്നതായിരുന്നു സംഘകാലം. കാരണം യൂറോപ്പിൽ നിന്നുള്ള കപ്പലുകൾ ആ കാലത്ത് വരാതെയായി. അപ്പോൾ ഇവിടെ നിന്ന് മെസൊപ്പൊട്ടാമിയയിലേക്ക് കേരളത്തിൻ്റെ വിലയേറിയ സുഗന്ധ ദ്രവ്യങ്ങൾ ഇവിടെ വന്ന് വിലയ്ക്ക് വാങ്ങുകയും അവിടെ ചെന്ന് വിൽക്കുകയും കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരികയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു ഇവിടെ കേരളത്തിലേക്ക് കുടിയേറിയ സുറിയാനിക്കാരും കേരളത്തിൽ കൃഷി ചെയ്തിരുന്ന ഇവിടുത്തെ നസ്രാണികളും ജൂതന്മാരും അവരും ഈ വിദേശ വ്യാപാരത്തിൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ വിദേശ വ്യാപാരം 2 സംഘങ്ങൾ, ട്രേഡ് ഗിൽഡുകൾ എന്നാണ് അതിന് പറയുന്നത്, 2 സംഘങ്ങൾക്ക് മൊണോപ്പൊളൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയായിരുന്നു. അത് ഏതാണ്ട് 1300 വരെ ഈ 2 ട്രേഡ് ഗിൽഡുകളാണ് കേരളത്തിൻ്റെ കംപ്ലീറ്റ് വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. കാരണം ഇവിടെ പ്രാദേശികമായിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഈ ഫോറിൻ ബിസിനസ് നടത്തുവാനായിട്ട് അറിയില്ല. അവർക്ക് കൊടുക്കവാങ്ങലുകൾ പണം സ്വീകരിച്ചുകൊണ്ട് കൊടുക്കുകയും അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതി ഇവിടെ വശമില്ലായിരുന്നു. അതുകൊണ്ടാണ് സിറിയൻ മൈഗ്രേഷൻ ഇവിടേക്ക് ഉണ്ടായത്, ജൂത മൈഗ്രേഷൻ ഇവിടെ ഉണ്ടായി. ജൂതന്മാരുടെ ട്രേഡ് ഗിൽഡായിട്ടുള്ള 5 വണ്ണത്തിനും സുറിയാനിക്കാരുടെ ട്രേഡ് ഗിൽഡായിട്ടുള്ള മണിഗ്രാമത്തിനും ഇവിടുത്തെ വ്യാപാരത്തിൻ്റെ കുത്തക നൽകി. സാർ നേരത്തെ പറഞ്ഞൊരു വാക്ക് ചെപ്പേട്, കോമൺ ആയിട്ട് ഇപ്പം മലയാളിക്ക് അറിയാവുന്നൊരു വാക്കല്ല, അതൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ ചെപ്പേടെന്ന്? കേരളത്തിലെ ആദ്യത്തെ ചെപ്പേടിനെ കുറിച്ച് പറയുന്നത് സുറിയാനിക്കാരുടെ കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത സുറിയാനിക്കാരുടെ നേതാവായിരുന്ന ക്രായിത്തൊമ്മായിക്ക് കൊടുത്ത ക്രായിത്തൊമ്മൻ ചെപ്പേടാണ്. 72 പദവികൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാപാരത്തിൻ്റെ കുത്തക, അതുപോലെ ഇവിടെ ചില ജാതികളുടെ മേലുള്ള ഭരണാവകാശം. കാരണം ഇത് നടത്തിയത് കേരളത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് നൽകുന്ന ആൾ എന്നുള്ള നിലയിൽ. പിന്നീട് ഇത് തത്തുല്യമായിട്ട് ഒരു ചെപ്പേട് നൽകിയത് ചെമ്പോലയിൽ എഴുതി കൊടുത്ത രാജകീയ അധികാര പത്രം എന്നാണ് ചെപ്പേട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നൽകിയത് ജൂതന്മാർക്കാണ്. അതിന് 5 വണ്ണം ചെപ്പേടെന്നാണ് പറയുന്നത്. കാരണം അവരുടെ 5 വണ്ണം എന്ന ട്രേഡ് ഗിൽഡ് അവരുടേതായിരുന്നു. ക്രായിത്തൊമ്മൻ ചെപ്പേട് പിൽക്കാലത്ത് പോർച്ചുഗീസുകാർ വന്നപ്പോൾ വാസ്കോഡിഗാമായി അത് കൊണ്ടുപോവുകയും പോർച്ചുഗൽ രാജാവിന് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഈ രേഖകൾ എന്തെങ്കിലും ഇന്നുണ്ടോ? ഈ ചെപ്പേടുകളുടെ എന്തെങ്കിലും ലിഖിത രേഖകൾ നമുക്ക് അവൈലബിൾ ആണോ? ക്രായിത്തൊമ്മായിക്ക് കൊടുത്ത ക്രായിത്തൊമ്മൻ ചെപ്പേട് പോർച്ചുഗീസിലേക്ക് പോവുകയും അതിൻ്റെ തർജ്ജമ ഇന്ന് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ചക്രവർത്തിമാരും ഭരണമേൽക്കുമ്പോൾ മുൻപിനാലെ കൊടുത്ത ചെപ്പേടുകളിൽ റിന്യൂ ചെയ്ത് കൊടുക്കേണ്ട ഒരു ചുമതലയുണ്ട്. അതിൻ പ്രകാരം സുറിയാനിക്കാർക്ക് 2ാമത് കൊടുത്ത ചെപ്പേടാണ് തെരസാപ്പള്ളി ചെപ്പേട്. തെരസാപ്പള്ളി ചെപ്പേട് 841 AD 841 അത് സ്ഥാണുരവി ചക്രവർത്തിയുടെ കാലത്ത് കൊല്ലത്തെ അയ്യനടികൾ എഴുതി കൊടുക്കുന്നതാണ്. മുൻപിനാലെ കൊടുത്ത 72 പദവികൾ പുതുക്കി കൊടുക്കുകയും അതുപോലെ മണിഗ്രാമത്തിനും 5 വണ്ണത്തിനും കേരളത്തിൻ്റെ വിദേശ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മൊണോപ്പൊളി നൽകുകയും ചെയ്യുന്ന ആ ചെപ്പേടിൽ 2 ഇലകൾ
ഇന്ന് മർത്തോമാ സഭയുടെ അധീനതയിൽ പുലാത്തീൻ അരമനയിൽ തിരുവല്ലയിലുണ്ട്. 3 ഇലകൾ 6 ഇലകളാണ്. അതിൽ 1 ഇല നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയതിൻ്റെ കോപ്പി ഇപ്പോൾ അവൈലബിൾ ആണ്. 2 ഇല തിരുവല്ലയിലും 3 എണ്ണം കോട്ടയത്തുള്ള ദേവലോകത്തും ആണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ. അതിനുശേഷം വീണ്ടും ഇരവികൃത്തൻ ചെപ്പേട് കൊടുത്തിട്ടുണ്ട് സുറിയാനിക്കാർക്ക്. അതും ദേവലോകം അരമനയിലുണ്ട്. കൂടാതെ ശാസനങ്ങളുണ്ട്, താഴേക്കാട്ടുപള്ളി ശാസനം. ഇങ്ങനെ ലിഖിതരേഖകൾ ഏറ്റവും പഴക്കമുള്ള കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ലിഖിത രേഖ എന്ന് പറയുന്നത് ഇവിടുത്തെ സുറിയാനിക്കാർക്ക് കൊടുത്ത ഈ ചെപ്പേടുകളാണ്. വളരെ അത്ഭുതകരമായ കണ്ടെത്തലുകളാണ് സാറിനിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിക്കട്ടെ, കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാലഘട്ടം എല്ലാ കേരള ചരിത്രകാരന്മാരും അന്ധകാര യുഗം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടാത്തൊരു കാലഘട്ടം, അല്ലെങ്കിൽ ചരിത്രരേഖകളില്ലാത്തൊരു കാലഘട്ടം, ഒരു 2-3 നൂറ്റാണ്ടുകളുടെ ഇരുളടഞ്ഞ കാലഘട്ടം. അപ്പം ആ കാലഘട്ടത്തെക്കുറിച്ച് സാറിൻ്റെ ഒരു കണ്ടെത്തൽ എന്താ? കേരള ചരിത്ര അന്വേഷണത്തിൽ 5-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള 3 നൂറ്റാണ്ടുകൾ ഇരുളടഞ്ഞ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അത് കേരളത്തിലും തമിഴ്നാടിനും ആ കാലഘട്ടത്തിൽ ചരിത്രമില്ല. ചില നിഗമനങ്ങളൊക്കെ ചിലർ നടത്തിയിട്ടുള്ളത് ആ കാലത്ത് കളഫ്രർ എന്ന് പറയുന്ന ആദിവാസികൾ വന്ന് കേരളത്തിലെയും തമിഴ്നാടിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി. പക്ഷെ അവരെവിടെ നിന്ന് വന്നു, എവിടേക്ക് വാനിഷായി പോയി എന്നതിനെക്കുറിച്ചൊന്നും വിശദീകരണങ്ങളില്ല. എന്നാൽ ഈ ചരിത്രപരമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ കണക്കിലെടുക്കുമ്പോൾ ഈ 3 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ആദ്യത്തെ സംഘകാലത്ത് കേരളത്തിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ വെറും 20,000 ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. സംഘകാലത്തിന് ശേഷം 8-ാം നൂറ്റാണ്ടിൽ പുതിയൊരു കേരളം നമ്മൾ കാണുക. ഇരട്ടി വലുപ്പമുള്ള കേരളം, അതായത് 40,000 സ്ക്വയർ കിലോമീറ്റർ. എങ്ങനെ 20,000 സ്ക്വയർ കിലോമീറ്ററിൽ നിന്ന് 40,000 കേരളത്തിൻ്റെ വിസ്തൃതി വർദ്ധിച്ചു എന്നതിനെക്കുറിച്ച് ബ്രിട്ടീഷുകാർ അന്വേഷണം നടത്തി. അത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സർവേ ഡയറക്ടറായിരുന്ന കില്ലൻ അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. അത് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടുണ്ട്. അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ വലിയ ഒരു പ്രകൃതി ദുരന്തമുണ്ടായി. തമിഴ്നാടിൽ ഒരു വലിയ പ്രകൃതി ദുരന്തമുണ്ടായി. പക്ഷെ അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങളിലേക്കൊന്നും ഇനിയും പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ പ്രകൃതി ദുരന്തത്തിൻ്റെ ഫലമായിട്ട് ശാസ്താംകോട്ടക്കായലൊക്കെ അങ്ങനെ ഉൽക്ക വീണ് ബേത്ലഹേം നക്ഷത്രം ശാസ്താംകോട്ടക്കായലിൽ അങ്ങനെയാണ് കായലുണ്ടായതെന്നും അങ്ങനെയാണ് ഇൽമനേറ്റ് മോണോസൈറ്റ് ഉണ്ടായതെന്നൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള. ഒന്നൊന്ന് തെളിച്ച് പറയാമോ? എന്താ ഈ ബേത്ലഹേം നക്ഷത്രത്തിൻ്റെ പ്രസക്തി എന്തുവാ? ബേത്ലഹേം നക്ഷത്രത്തിൻ്റെ പ്രസക്തി ശാസ്താംകോട്ടക്കായലിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ കിഴക്കേ വശത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നരിക്കല്ലിൽ വെർട്ടിക്കലായിട്ട് വെട്ടിയെടുത്ത പോലെയാണ് ആ കായൽ കിടക്കുന്നത്. സാധാരണ കായലുകൾ അങ്ങനെയല്ല. 2 തീരങ്ങൾ വളരെ വളരെ സ്ലാൻഡിങ് ആയിട്ടാണ് വരുന്നത്. ശാസ്താംകോട്ടക്കായൽ ഇങ്ങനെയാണ് കാണുന്നത്. ഈ ശാസ്താംകോട്ടക്കായലിൻ്റെ അടിത്തട്ട് മുഴുവൻ ഇൽമനേറ്റ് മോണോസൈറ്റാണ്. അവിടെ നിന്ന് പടിഞ്ഞാട്ടങ്ങ് ചെതറിയിരിക്കുക. വലിയഴീക്കൽ മുതൽ ആലപ്പുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഈ ഇൽമനേറ്റ് മോണോസൈറ്റ് എന്ന് പറയുന്ന കരിമണൽ കാണാം. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു അന്വേഷണമാണ് എത്തിച്ചത്. അപ്പോൾ അതിനുണ്ടായിരിക്കുന്ന ശാസ്ത്രീയമായ കൂടുതൽ കണ്ടെത്തലുകൾ ആവശ്യമാണെങ്കിലും കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബേത്ലഹേം നക്ഷത്രം എന്ന് പറയുന്ന ഉൽക്ക തിരുനെൽവേലിയുടെ മുകളിൽ വെച്ച് അന്തരീക്ഷത്തിൽ കടക്കുകയും തമിഴ്നാട് തകർന്നു പോവുകയും കേരളത്തിൽ ശാസ്താംകോട്ടയിൽ വന്നത് വീഴുകയും അങ്ങനെയുണ്ടായ ഒരു ഭൂകമ്പം മൂലം മണ്ണ് വലിയ തോതിൽ ആകാശത്തേക്ക് ഉയരുകയും അത് പെയ്തിറങ്ങുകയും ചെയ്ത് കേരളത്തിൻ്റെ വിസ്തൃതി തന്നെ കടൽ നികന്ന് വിസ്തൃതി ഇരട്ടിയായി എന്നുള്ളതാണ് നിഗമനം. അങ്ങനെ നോക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സമുദ്രത്തിൽ നിന്ന് ഉയർത്തി വന്നു എന്നുള്ള കേരള തനിമയിൽ കേരള പാരമ്പര്യത്തിൽ പറയുന്ന അതാണ് ഈ ഒരു ഉൽക്ക വന്നു പതിച്ച സംഭവത്തെ ആയിരിക്കാം പരശുരാമൻ മഴുവായിട്ട് പഴയ കാലത്ത്. ക്രൈസ്തവ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ വരവ് 15-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന പോർച്ചുഗീസ് ആഗമനം സത്യത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ ചരിത്രത്തിൻ്റെ ഒരു ഗതിയെ തന്നെ മാറ്റിമറിച്ചു എന്നാണ് തോന്നുന്നത്. കേരളത്തിലുണ്ടായിരുന്ന ക്രൈസ്തവരുടെ ഗതിയെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കുന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ വരവ്. കാരണം പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ വ്യാപാര താല്പര്യം മാത്രമല്ല ഉണ്ടായിരുന്നത്, ആ വ്യാപാര താല്പര്യത്തിന് ഉപോത്ഭകമായി വ്യാപാര താല്പര്യം ശക്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മത കോളനിവൽക്കരണം ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ നിലവിലുണ്ടായിരുന്ന സുറിയാനിക്കാരെയും
ഇവിടെ നിലവിലുണ്ടായിരുന്ന മാർത്തോമ നസ്രാണികളെയും ഒരു മത അധിനിവേശം നടത്തി. അതായിരുന്നു ഉദയംപേരൂർ സുന്നോദോസ്. ഉദയംപേരൂർ സുന്നോദോസ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ മേലൊരു വിദേശ അധിനിവേശമായിരുന്നു ഉദയംപേരൂർ സുന്നോദോസ്. ആ ഉദയംപേരൂർ സുന്നോദോസിൻ്റെ ഡിക്രികൾ പരിശോധിച്ചാൽ അവയൊക്കെ കേരള ക്രൈസ്തവരുടെ പാരമ്പര്യത്തെയും അവരുടെ പ്രവർത്തന രീതികളെയും മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. ഉദയംപേരൂർ സുന്നോദോസിൽ മുഖാമുഖം നിന്ന് യുദ്ധം ചെയ്യുന്നത് പോർച്ചുഗീസുകാരും ഇവിടുത്തെ നസ്രാണികളും തമ്മിലല്ല. യഥാർത്ഥത്തിൽ രണ്ട് മതവീക്ഷണങ്ങളാണ് മുഖാമുഖം നിൽക്കുന്നത്. ഒന്നുകൂടെ വിശദീകരിക്കാവുന്നത്. അതായത് പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് മതം എന്നത്, അല്ലെങ്കിൽ കത്തോലിക്ക ഒരു കാഴ്ചപ്പാട്, പടിഞ്ഞാറൻ ക്രിസ്തു മതത്തിൻ്റെ കാഴ്ചപ്പാട്, മതം എന്നത് നിയമസംഹിതകളാണ്, നിയമാധിഷ്ഠിതമായി. അതെ, നിയമങ്ങൾ കൊണ്ട് ഒരു ജനങ്ങളും ക്ലർജിയും പൗരോഹിത്യവും തമ്മിലുള്ള ബന്ധം ഒരു മേലാള കീഴാള ബന്ധമാണ് വെസ്റ്റിലുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന, കേരളത്തിലുണ്ടായിരുന്ന നസ്രാണി ക്രിസ്ത്യാനികൾക്കും സുറിയാനി ക്രിസ്ത്യാനികൾക്കും അവരെ സംബന്ധിച്ച് മതം ഒരു ലിവിങ് സ്റ്റൈലാണ്, ജീവിതചര്യയാണ്. അതുകൊണ്ട് മാർഗം കൂടുന്നവരെന്നാണ് ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്നത്. കാരണം അവർക്ക് മതം എന്നുള്ള ഒരു ജീവിതചര്യ, വേ ഓഫ് ലിവിങ്, സമൂലമായ മാറ്റം. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ഉണ്ടായിരുന്നത് പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇവിടെ ഉണ്ടായിരുന്ന ചിന്ത പിഴമൂളുക എന്നാണ്. പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവാലയത്തിൽ ചെന്നിട്ട് ഞാൻ ചെയ്ത പിഴകളെ അവിടെ ഏറ്റുപറയുക, ദൈവത്തോട് ഏറ്റുപറയുക. അതിന് പിഴമൂളുക ഒരു പുരോഹിതന്റെ മുൻപിൽ അല്ല, ദൈവത്തിന്റെ മുന്നിൽ അവന്റെ പാപം അവൻ സ്വയം ഏറ്റുപറയും, പിഴമൂളുക. എന്നാൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉദയംപേരൂർ സുന്നോദോസിനകത്ത് കുംഭസാരം എന്ന പദം അവർ കൊണ്ടുവന്നതാണ്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന കുംഭസാരം എന്ന പദം തന്നെ അത് മലയാള പദമല്ല, കേരള ക്രൈസ്തവൻ അറിയത്തില്ല. അതൊരു പോർച്ചുഗീസ് പദമാണ് കുംഭസാരം. അപ്പോൾ അത് തന്നെ സാമ്പളൂരിലെ വൈദികർക്ക് മാത്രമാണ് അവർ അധികാരം നൽകിയിരുന്നത്. അപ്പോൾ ജനങ്ങളെയും വൈദികരെയും മെത്രാന്മാരെയും ഒക്കെ ഒരു മേലാള കീഴാള ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ ഉദയംപേരൂർ സുന്നോദോസിൽ 28 തവണയാണ് എണങ്ങർ എന്ന പദം ഉപയോഗിച്ചത്. അതായത് സാധാരണ മതവിശ്വാസികളെ എണങ്ങർ എന്നാണ് ഇവിടെ അറിയുക, എണങ്ങുന്ന സ്വഭാവമുള്ളവർ. എന്നാൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ലെയ്റ്റി എന്ന് പേരിട്ടു. ലെയ്റ്റി എന്ന പദത്തിൻ്റെ മൂലാർത്ഥം അൺസ്കിൽഡ് എന്നാണ്. അതിൻ്റെ സുറിയാനി തർജ്ജിമയാണ് അൽമയക്കാരെന്ന്. അപ്പോൾ ഓരോ തവണ അൽമയക്കാരെന്ന് പറയുമ്പോഴും ഞാൻ അൺസ്കിൽഡ് എന്ന് ഏറ്റു പറയാം. അപ്പോൾ വൈദികരെയും അൽമയക്കാരെയും ഒരു മേലാള കീഴാളന്മാരായിട്ട് കാണുന്ന ഒരു സമീപനം, അതാണ് പടിഞ്ഞാറിൻ്റെയും കിഴക്കിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെ ആശയപരമായ സംഘടന. അപ്പോൾ അങ്ങനെ ഒരു അധിനിവേശം ഇവിടെ നടത്തുകയായിരുന്നു. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ കൂനൻ കുരിശ് സത്യം ത്തിലേക്ക് വരുമ്പോൾ, കൂനൻ കുരിശ് സത്യത്തിൽ ഇവിടുത്തെ ഒരു വൈദേശിക അധിനിവേശത്തിനെതിരായുള്ളൊരു പോരാട്ടമായിട്ട് മാറും. കേരള ചരിത്രത്തിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയാം. കാരണം മെനസ്തീസ് മെത്രാപ്പോലിത്ത കേരളത്തിൽ വരുമ്പോൾ കൊച്ചി രാജാവുമായി സംസാരിച്ചത് 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, എങ്ങനെ കുഞ്ഞാലിമരക്കാറെ തളയ്ക്കാം. മറ്റൊന്ന്, ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ മാർത്തോമ നസ്രാണികളുടെ തലവനായിരുന്ന ആർക്കദിയോക്കോനെ എങ്ങനെ തളച്ച് ഗോവയിൽ കൊണ്ടുപോയി കൊന്നുകളെ. ഈ 2 അജണ്ടകളുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ മാർത്തോമ ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാരുമായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ കഥകളൊക്കെ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരങ്ങളായി വേണം അതിനെ കാണാൻ. അത് സാറ് മുമ്പേ പറഞ്ഞ പോലെ അതൊക്കെ തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ഡയമെൻഷനിൽ കാണാനായിട്ട് ആരും അത്ര തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ലെന്നുള്ളതാണ്. പിൽക്കാല ക്രൈസ്തവ ചരിത്രം, അല്ലെങ്കിൽ ഈ സമീപകാല ക്രൈസ്തവ ചരിത്രം, മിഷണറിമാരുടെ വരവിന് ശേഷമുള്ള ആ ക്രൈസ്തവ ചരിത്രം, സാർ ആ രംഗത്ത് എത്രത്തോളം പഠനം നടത്തിയിട്ടുണ്ട്? പോർച്ചുഗീസുകാർക്ക് ഇവിടുത്തെ മതകാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഡച്ചുകാർക്ക് മതപരമായ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ഇംഗ്ലീഷുകാർ വന്നപ്പോൾ ഇംഗ്ലീഷുകാർ ഇവിടെ നല്ല സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. അതിനെ നമുക്ക് മറന്നു കളയാനാവില്ല. പക്ഷെ പോർച്ചുഗീസുകാരെ പോലെ നിർബന്ധിതമായ ഒരു മതമേൽക്കോയ്മ അടിച്ചേൽപ്പിക്കുവാനായിട്ട് നിർബന്ധിത മതപരിവർത്തനം ഒന്നും അതിനവർ നടത്തിയിട്ടില്ല. പോർച്ചുഗീസുകാർ ചെയ്തതല്ല, അധിനിവേശം നടത്തിയ മത കോളനിവൽക്കരണം നടത്തുക. ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു മത കോളനിവൽക്കരണം നടത്തിയിട്ടില്ല. കേരളത്തിന്
വളരെയധികം സംഭാവനകൾ ആ മേഖലയിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ ഒരു സാംസ്കാരികമായ ഒരു വളർച്ചയ്ക്ക് അവർ ഉതകിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ മിഷണറിമാരുടെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വളരെ ആഴമായ ചരിത്ര ബോധ്യങ്ങളാണ് സാറിൻ്റെ ഈ പുസ്തകത്തിലൂടെയും സാറിൻ്റെ ഈ ടോക്കിലൂടെയും ലഭിക്കുന്നത്. എങ്ങനെയാണ് സാർ ഈ ഒരു പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഞാൻ 40-ാമത്തെ വയസ്സിലാണ് ഇംഗ്ലീഷ് MA-ക്ക് ചേർന്നത്. അപ്പോൾ അതിൻ്റെ പഠനം എന്നെ അത്ഭുതപ്പെടുത്തിയത് അലക്സാണ്ടറിനെ കുറിച്ചും അരിസ്റ്റോട്ടലിനെ കുറിച്ചൊക്കെയുള്ള പഠനം എന്നെ കൊണ്ടെത്തിച്ചത് അവരുടെ ജീവിതത്തെക്കുറിച്ചും വ്യക്തിഗത കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. അതിൻ്റെ ഫലമായി ഞാൻ അലക്സാണ്ടർ യുദ്ധം ചെയ്ത സ്ഥലങ്ങൾ, ടർക്കിയിലെ വിവിധ സ്ഥലങ്ങളിൽ പോയി കാണുകയും പഴയ പേർഷ്യ ആ സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി അലക്സാണ്ടർ വിഭാവനം ചെയ്തത് വാളുകൊണ്ട് ലോകത്തിനെ ഒരു കുടക്കീഴിലാക്കി യുദ്ധമില്ലാത്ത ഒരു ലോകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ എന്നെ കൊണ്ടെത്തിച്ചത് ഒരു വൈഡർ ക്യാൻവാസ് എന്നുള്ള നിലയിൽ ഞാനൊരു നോവലിലാണ് എത്തിച്ചത്. അതാണ് യതി എന്ന ഉറൂബ് അവാർഡ് ലഭിച്ച നോവൽ ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര നോവൽ എഴുതിയപ്പോൾ ആ ചരിത്രാന്വേഷണം സ്വാഭാവികമായിട്ടും പഞ്ചാബ് വരെയുള്ള നീളുന്ന ചരിത്രങ്ങളിലേക്ക് വന്നപ്പോൾ പഞ്ചാബ് വരെ അദ്ദേഹം വന്നല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളം എന്തായിരുന്നു, അല്ലെങ്കിൽ അതിനുശേഷം കേരളത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ്, അങ്ങനെ ഒരു ചരിത്ര നോവലിൽ നിന്നാണ് ഈ ചരിത്രാന്വേഷണത്തിലേക്കും ചരിത്ര പഠനത്തിലേക്കും എന്നെ കൊണ്ടെത്തിച്ചത്. ഓക്കെ സാർ, വളരെ സന്തോഷം. ഇത്രത്തോളം സമയം ഒന്നിച്ച് ചിലവഴിക്കുവാനിടയായതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ നന്ദി. നമ്മളിന്ന് കേട്ടുകൊണ്ടിരുന്നത് കേരള ക്രൈസ്തവരുടെ ചരിത്രത്തിൽ ആഴമായ പഠനങ്ങൾ നടത്തിയ ടിഒ ഏലിയ സാറിൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സിറിയൻ മാനുവൽ എന്ന പുസ്തകത്തോടനുബന്ധിച്ച് നടത്തിയ ഈ സംഭാഷണത്തിൽ അദ്ദേഹം നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുകയാണ് കേരള ചരിത്രത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര പഠനം നമ്മുടെയൊക്കെ ചിന്താമണ്ഡലത്തിൽ പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ്. അതിലേക്ക് കൂടുതൽ ആഴമായി പ്രവേശിക്കുവാൻ വീണ്ടും നമുക്ക് അവസരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.